ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു കാര്യമാണ്. അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ? ഇതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീഡിയോയ്ക്ക് നമ്മളൊരു 500 ലൈക്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോകൾക്കെല്ലാം നിങ്ങൾ ഒരു 500 ലൈക്സ് വെച്ച് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഞാൻ ഈ ഒരു സമയത്ത് നന്ദി പറയുകയാണ്. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് തുടങ്ങുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ, അവർക്ക് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ? ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ? ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ? ഓക്കെ, മാസ്റ്റർ കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ദ എംപറർ കാർഡ് റിവേഴ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മാസ്റ്റർ കാർഡായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ജസ്റ്റ് കാർഡുകളൊന്നും അറേഞ്ച് ചെയ്ത് വെച്ചോട്ടെ. ഓക്കെ, Pentacles, 3 of Pentacles. ഓക്കെ, എംപറർ കാർഡാണ് നമുക്ക്. മജീഷ്യൻ കാർഡ് റിവേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനിലാണെന്ന് തന്നെയാണ്. അതുപോലെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എല്ലാം നഷ്ടമായി പോയി എന്നുള്ള ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഏത് ഡിസിഷൻ എടുക്കാനും അവർ ഈ സമയത്ത് തയ്യാറാണ് എന്നുള്ളൊരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിലുള്ള തടസ്സങ്ങളൊന്നും ഈ വ്യക്തി കാര്യമായിട്ട് എടുക്കുന്നില്ല. നിങ്ങളാണ് ഈ വ്യക്തിയുടെ ലൈഫിന്റെ പ്രകാശം അല്ലെങ്കിൽ വെളിച്ചമെന്ന് അവര് ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നു. ലൈഫിൽ അവർക്ക് നിങ്ങളില്ലാതെ അവർ ഈ ഒരു സമയത്ത് നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നേടിയെടുത്ത എല്ലാ കാര്യങ്ങളും അവർക്ക് ഒരു തരത്തിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നില്ല എന്നാണ് നമുക്കിവിടെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. ആ ഒരു കാര്യം അവരും തിരിച്ചറിയുന്നു, അവരും മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യം. എന്തുകൊണ്ടാണ് ഞാൻ ഈ ലൈഫിൽ പല കാര്യങ്ങളും നേടിയെടുത്തു, എനിക്ക് ആ വ്യക്തിയുടെ ലൈഫിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർ സക്സസ് ആണ്, പക്ഷെ എങ്കിലും ഒരു സ്വസ്ഥത അവർക്ക് കിട്ടുന്നില്ല, ഒരു പീസ് ഓഫ് മൈൻഡ് അവർക്ക് കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്നവർ ചിന്തിച്ചപ്പോഴാണ് നിങ്ങളുടെ കാര്യം അവർക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അവരത് റിയലൈസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ ഒരു ചേഞ്ച് ഉണ്ടാകാനായിട്ട്, അതായത് നിങ്ങളുമായി ഒന്നായി തീരാനായിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഒന്നായി തീരണം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരികെ വരണം എന്നൊക്കെ ആ വ്യക്തി വളരെയധികം ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ആ ഒരു പോസിറ്റീവ് മൊമെന്റിന് വേണ്ടി ഈ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ്. അത്രമാത്രം നെഗറ്റീവ് എനർജീസ് ആണ് ഈ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. അവരതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തു, അവരിപ്പോ അതൊക്കെ ഒന്ന് താണ്ടി ഓവർകം ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പോസിറ്റീവ് മൊമെന്റിന് വേണ്ടി അവർ ഈ സമയത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോയി ആ ഒരു സമയം തൊട്ട് നിങ്ങളെ അവരിങ്ങനെ മിസ് ചെയ്യുന്നുണ്ട്. വളരെയധികം മിസ് ഫീലിംഗ് ആണ് അവർക്കുള്ളത്. അപ്പൊ നിങ്ങളെ ഒരു ഫോളോ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളെ സ്പൈ ചെയ്യുന്നു, ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. എങ്കിൽ തന്നെയും അവർക്ക് വളരെയധികം മിസ് ചെയ്യുകയാണ്. അവർ വളരെ ഡിപ്രഷനിലേക്ക് പോയി അല്ലെങ്കിൽ വളരെ വിഷമത്തിലേക്ക് പോയി. അതിനുശേഷം അവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്തു. അതിനുശേഷം അവരതിൽ നിന്ന് ഒരു സക്സസ് ആയി ഇപ്പോൾ എല്ലാം ഒന്ന് ഓക്കെ ആയി നിൽക്കുന്ന ഒരു സ്റ്റേജിൽ അവർ വീണ്ടും നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഈ ഒരു സമയത്ത് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് നടക്കും എന്ന രീതിയിൽ ഈ വ്യക്തിക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവര് കുറച്ച് സമയം എടുത്താലും നിങ്ങളിലേക്ക് തിരികെ വരാം, ഈ ഒരു റിലേഷൻഷിപ്പ് ഓക്കെ ആകും എന്നൊക്കെ കരുതി അവരിങ്ങനെ വെയിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. പക്ഷെ വളരെയധികം ഇവര് സങ്കടപ്പെടുന്നുമുണ്ട്.
ഇവിടെ അവര് ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായ രീതിയിൽ നടക്കും, അങ്ങനെ സംഭവിക്കും എന്ന് ഈ ഒരു സിറ്റുവേഷനിൽ ചിന്തിക്കാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ട്. ആദ്യകാലങ്ങളിലൊന്നും ഒരു സെപ്പറേഷനിൽ വന്ന ഇത് ലോങ് ടൈം ആയിട്ട് സെപ്പറേഷനിൽ പോയ ആളുകളാണ് എന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ 4 months അല്ലെങ്കിൽ 6 months 1 year വരെയൊക്കെ ഈ ഒരു സെപ്പറേഷൻ നീണ്ടിട്ടുണ്ടാകാം. അപ്പോൾ ഈ ഒരു സമയത്ത് ആദ്യ സമയങ്ങളിലൊക്കെ ഇവർക്ക് അങ്ങനെ പോസിറ്റീവായിട്ട് ഒന്നും തന്നെ ചിന്തിക്കാനായിട്ട് പറ്റുന്നില്ല. എല്ലാ കാര്യങ്ങളും അവർ നെഗറ്റീവ്, ഇത് എൻഡായി പോയി എന്നൊരു രീതിയിലൊക്കെ ആയിരുന്നു അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് അവരൊന്ന് ലൈഫിൽ സക്സസ് ആയി എല്ലാം നേടിയതിനു ശേഷം അവർക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടാതെ വന്നപ്പോൾ അവരൊന്ന് റിവൈൻഡ് ചിന്തിക്കുകയും നിങ്ങളിലേക്ക് എത്താനായിട്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഈ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് അവരെല്ലാം പോസിറ്റീവായിട്ട് നടക്കും എന്നൊരു രീതിയിലാണ് അവരുടെ ഒരു ചിന്തകളൊക്കെ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ചില സമയങ്ങളിലൊക്കെ നിങ്ങൾ ഓർത്ത് വളരെയധികം സങ്കടപ്പെടുന്നു. ചില സിറ്റുവേഷനുകളിൽ ഈ സമയത്തൊക്കെ എൻ്റെ കൂടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു, അല്ലെങ്കിൽ നല്ല ഹാപ്പി ആയിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു ഫീലിങ്സ് ചില സമയങ്ങളിൽ നിങ്ങൾക്കും ഉണ്ടാകാറുണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരു കുറ്റബോധമൊക്കെ അവർക്ക് തോന്നുന്നതാണ്. അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടിട്ട് പോയതിലൊക്കെ തെറ്റ് ചെയ്തു പോയി എന്ന് അവർ ചിന്തിക്കുകയും വളരെയധികം വിഷമിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് അതിതീവ്രമായിട്ട് അവർ ചിന്തിക്കുന്നു. എപ്പോഴും നിങ്ങളുടെ ചിന്തകൾ അവർക്ക് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അത്രത്തോളം ഒരു അട്രാക്ഷൻ ആണ് വരുന്നത്. നിങ്ങളുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് അവര് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളെ കാണാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കാനായിട്ടൊക്കെ അവർ ആഗ്രഹിക്കുകയാണ്. ലൈഫിൽ അവർ നേടിയെടുത്തതെല്ലാം അവർക്ക് നഷ്ടമായി തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവരുള്ളത്. കാരണം അവർക്കൊരു പീസ് ഓഫ് മൈൻഡ് ഇല്ല, എല്ലാത്തിനോടും ഒരു വിരക്തി തോന്നുകയാണ്. ആദ്യ സമയങ്ങളിലൊക്കെ ഇവർക്ക് എല്ലാത്തിനോടും ആർത്തിയാണ്, എല്ലാം വെട്ടിപ്പിടിക്കണം എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ അവരെല്ലാം ഒക്കെ നേടിയെടുത്തു. പക്ഷെ ഇപ്പൊ അവർക്ക് അതിലേക്കൊന്നും അവർ ഒരു ഫോക്കസ് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ ഒരു സ്നേഹത്തിന്റെ ആബ്സെൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസൻസിന്റെ ആബ്സെൻസ് ഇപ്പൊ അവർക്ക് ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു എല്ലാത്തിനോടും ഒരു ഇൻട്രസ്റ്റ് കുറയുന്നതോടുകൂടി തന്നെ ഈ നേടിയതെല്ലാം അവർക്ക് നഷ്ടമായി തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് അവരുള്ളത്. വളരെ ഡിപ്രഷനിലുള്ള സമയമായിരിക്കാം നിങ്ങൾ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്ന സമയം. പ്രതീക്ഷ കൈവിടാതിരിക്കുക. ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരിക തന്നെ ചെയ്യും. ഈ വ്യക്തിയുടെ ഒരു ആഴമായ ഒരു ആഗ്രഹം നിങ്ങളിലേക്ക് അവരെ എത്തിക്കണം എന്ന് തന്നെയായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. ഈ ഒരു നിമിഷത്തില് ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റിൽ വരാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഈ ഒരു റീഡിങ് കേട്ട് ഒരു 24 hours തന്നെ അവരെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അത്രത്തോളം ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും അവരുടെ ഒരൊറ്റ ചിന്ത നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നാണ്. എന്തൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടായാലും നിങ്ങളുടെ അരികിൽ വന്നു ചേരണം എന്ന് അവര് ഇവിടെ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. അതൊരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു തേർഡ് പാർട്ടിയെ വരെ മാറ്റി നിർത്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്ന ഈ ഒരു സമയത്ത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്ത് നിന്ന് ഒരു റീസ്റ്റാർട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുമിച്ച് ചേരും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നമുക്ക് കുറച്ച് മെസ്സേജസും കൂടി ഒന്ന് എടുത്തു നോക്കാം. സോൾ മെസ്സേജസ് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, സോൾ മെസ്സേജസ് എന്തൊക്കെയാണ്? നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്? പേഴ്സൺ നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് മെസ്സേജ്, ദിസ് ടൈം ഐ എം നോട്ട് റെഡി, ഗീവ് മീ ടൈം. ഓക്കെ, ഈ സമയത്ത് അവർ റെഡി അല്ല, ഇച്ചിരി സമയം കൂടി അവർക്ക് വേണം, കുറച്ച് സമയം കൂടി അവർക്ക് വേണം നിങ്ങളിലേക്ക് വരാനായിട്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഐ ആം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. ഓക്കെ, നമുക്ക് റീഡിങ്ങിലും ഇത് തന്നെയാണ് കിട്ടിയത്. അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഐ ഹൈഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ഡിപ്രഷനിലും വിഷമത്തിലൊക്കെയാണ്, പക്ഷെ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. പക്ഷെ അവരിപ്പോൾ ഈ ഒരു സമയത്ത് പറയുകയാണ്, എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ എൻ്റെ ചിരിയുടെ മറവിൽ ഒളിച്ചു പിടിച്ചിരിക്കുകയാണ് എന്നാണ് ഈ വ്യക്തി പറയുന്നത്.
ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. നിങ്ങളെ അവരുടെ ലൈഫിൽ കിട്ടിയതിൽ അവർ വളരെയധികം ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണ് എന്ന് പറയുകയാണ്. ഐ എം കൗണ്ടിങ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് അണ്ടിൽ ഐ ക്യാൻ മീറ്റ് യു അഗെയിൻ. നിന്നെ എനിക്ക് ഇനി കാണാൻ പറ്റുന്ന ആ ഒരു ദിവസത്തിലേക്ക് വേണ്ടിയുള്ള മണിക്കൂറുകൾ എണ്ണിത്തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ലവ് യു. അവർക്ക് ഇപ്പോഴും നിങ്ങൾ വളരെയധികം സ്നേഹമാണ് എന്നുള്ളൊരു കാര്യം പറയുന്നു. ഐ ഡിഡ് നോട്ട് റിയലൈസ്ഡ് ഏർലിയർ ദാറ്റ് ദിസ് ലവ് ഈസ് ഡീപ്പ് ഇൻസൈഡ് മീ. ഓക്കെ, അവർ സെപ്പറേഷൻ പോയ സമയത്തൊന്നും അവർ മനസ്സിലാക്കിയിരുന്നില്ല ഈ ഒരു സ്നേഹം ഇത്രയധികം ഒരു ആഴത്തിൽ അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞിരുന്നു എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കിയിരുന്നില്ല എന്നാണ് ഇവിടെ ഈ വ്യക്തി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക്. ഓക്കെ, നിങ്ങൾ സെപ്പറേഷനിലൊക്കെ പോയ സമയങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായ സമയങ്ങളിൽ ഒക്കെ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല വർത്തമാനങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം. അതൊക്കെ ഒത്തിരി നിങ്ങളെ ഹർട്ട് ചെയ്തു എന്ന് ഈ ഒരു സമയത്ത് അവർ തിരിച്ചറിയുകയാണ്. അതിനെല്ലാം അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുകയാണ്, ആ വാക്കുകളെല്ലാം എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ നമുക്ക് സോൾ മെസ്സേജ് കിട്ടുന്നത്. ഓക്കെ, ഐ വിൽ കം ബാക്ക് ടു യു. ഓക്കെ, ഡയറക്റ്റ് ആയിട്ടൊരു മെസ്സേജ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അവർ തിരികെ വരും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. യു ആർ ദ മോസ്റ്റ് പ്രീഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ. ഓക്കെ, ദൈവം എനിക്ക് നൽകിയതിൽ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് നീ എന്നാണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്ക് കിട്ടിയതിലും വെച്ച് ഏറ്റവും നല്ല ഗിഫ്റ്റ് ആണ് ഇതെന്ന് അവർ പറയുകയാണ്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലൂസ് related to this reading. Okay, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1996 എന്ന് പറയുന്ന ഒരു വർഷമാണ്. അതുപോലെ തന്നെ ഒക്ടോബർ മന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1983 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടിയിട്ടുണ്ട്. ഗവൺമെന്റ് സർവീസ് നമുക്ക് കിട്ടുന്നുണ്ട്. റെയിൻബോ സയൻസ് ഒക്കെ ഇപ്പോൾ കാണുന്നുണ്ടാകും നിങ്ങൾ തുടർച്ചയായിട്ട്. ചൈൽഡിഷ്, നിങ്ങളുടെ പേഴ്സന്റെ ക്യാരക്ടർ ഒരു ചൈൽഡിഷ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. ടെക് പരമായ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കാം. 1982 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടിയിട്ടുണ്ട്. നമ്പർ 9, ലെറ്റർ S, 1 മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 25, ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു അടിച്ചിട്ടുള്ളവരാകാനുള്ള ചാൻസ് ഉണ്ട്. ഓറഞ്ച് കളർ, ലെറ്റർ F, നമ്പർ 50, 2001, 2003, ലൈഫ് ചേഞ്ച്, ലൈഫിൽ മാറ്റങ്ങൾ വരാനായിട്ട് പോവുകയാണ്. മെസ്സി ഹെയർ സ്റ്റൈല് ഒത്തിരി മെസ്സി ആയിട്ടുള്ള രീതിയിലൊക്കെ ചുമ്മാ വാരി വെച്ച പോലെയൊക്കെയുള്ള ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഹെയർ സ്റ്റൈലാണ് മെസ്സി ഹെയർ സ്റ്റൈൽ. ആ ഒരു രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങളോ ഫോളോ ചെയ്യുന്നത്. എബ്രോഡുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. പേഷ്യൻസ്, ഒത്തിരി ക്ഷമയുള്ള ആളുകളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. ഗാർഡനിങ്ങിന് താല്പര്യമുള്ളവരായിരിക്കാം. നമ്പർ 30, ഗ്രീൻ കളർ. ഓക്കെ, ലെറ്റർ Z, 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ഇവിടെ കിട്ടുന്നു. 1981, നെയിൽ പോളിഷിനോട് ക്രേസ് ഉള്ള ആളുകളായിരിക്കാം. ബ്ലൂ കളർ, ലെറ്റർ T, മലപ്പുറം ജില്ലയാണ് നമുക്കിവിടെ കിട്ടുന്നത്. മലപ്പുറം ജില്ല എന്നുള്ള ആളുകളായിരിക്കാം ഈ ഒരു റീഡിങ് കാണുന്നത്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പുമായിട്ട് മലപ്പുറം ജില്ലയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം. ലെറ്റർ X നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1979 എന്ന് പറയുന്ന ഒരു ക്ലൂവും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നമ്മളൊരു 500 ലൈക്സ് ഒക്കെ ഈ ഒരു വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.